അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരുത്തന്റെ വാപ്പാക്ക് വിളിച്ചു. ഗ്രേറ്റ്. ഇവനിതെവിടേക്ക് ഇടക്കിടയ്ക്ക് മുങ്ങുന്നത്? ഇടത് തീരൂട്ടാ. എങ്കിൽ നീ വെച്ചോ, ഒരു 100 ചുവപ്പൻ വിപ്ലവും മകൾ. അതൊരു കേറ്ററിംഗിന്റെ ഓർഡർ ചെയ്യുന്നു, പറ്റില്ലെന്ന് പറഞ്ഞു. ചക്ക എങ്ങനെയുണ്ട് സാധാട്ടാ? ചാക്ക അസലിയൊക്കെയാ. നിങ്ങൾ അകത്തേക്ക് ചോളി. ഇത് കണ്ണിന്റെ മുന്നിൽ കണ്ട ഇങ്ങനെ തിന്നു. ഒന്നുകൂടെ എടുക്ക. അയ്യോ വേണ്ടപ്പാ, ഗ്യാസ. നിങ്ങൾ കൊണ്ടിക്കോളി. വേണാടാ. ഞാള് പ്രതികളാണെന്ന് അമ്മേന്റെ അടുക്ക് പറഞ്ഞിട്ടില്ല. സംശയത്തിന്റെ പേര് പോലീസ് പൊക്കായിരിക്കാൻ മാറി നിൽക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ളത്. പുറത്ത് എന്തല്ല സാറിന്റെ സംസാരം? ന്യൂസിൽ പോലീസ് ഒന്നും വിട്ട് പറയാനില്ലല്ലോ. ഞാളാണെന്ന് അവർക്ക് തിരിഞ്ഞില്ല. ഇവിടെ പോലീസുകാർ അന്വേഷിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തർ സമയം കൊടുക്കി. ഇതെന്തൊരു കഷ്ടായി. ഇനി ഓരെന്ത് അന്വേഷിച്ചാലും കണ്ടുപിടിച്ചാലും എന്റെ മക്കൾക്കൊരു കേടും പറ്റണ്ട നോക്കാൻ എനിക്കറിയാം. വല്ലാണ്ട് നമ്മളെ ഏരിയ വിട്ട് പോകണ്ട. സെക്കൻഡ് ഷോയ്ക്ക് പോറ്. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കണ്ട. നാളെ അജീന് വീട്ടിലേക്ക് പോടും. അവിടെ എന്റെ അച്ഛന്റെ ശല്യം ഉണ്ടെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ സേഫാണ്. ടെൻഷനൊന്നും വേണ്ടടാ. എന്താവശ്യം എന്നെ വിളിച്ചാൽ മതി. ഞങ്ങളുടെ നമ്പറിൽ നിന്ന് സദേട്ടന്റെ നമ്പറിലേക്ക് വിളിക്കണ്ടല്ലോ. എന്റെ നമ്പറിലേക്ക് അല്ലാണ്ട് എന്റെ അമ്മോന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ എന്നെ കിട്ടുമോ? നീ വിളിക്കടാ. സൈബർ ജെല്ല് എന്തൊലൊക്കെ ആക്കാനും ആക്കുന്നെങ്കിൽ ആക്കട്ടാ. അതും ശരി. എന്തോന്നാലും ഞാനുണ്ടാ. സ്വർഗീയ ബലിദാനി കനകരാജന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഈ വീതിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ചുവപ്പ് മേഖലത കിഴക്കൻ തിരിക്കാനാവില്ല പാടായി മണ്ണിന്റെ ആ പ്രിയ പുത്രനെ, ഭാരതാംബയുടെ വീറും കുശിലുമുള്ള ആ വീരപുത്രനെ. നീ പോയി ചാക്കട കീട്ടമ്മേ. എടാ ഇത് നോക്ക്. നീ പോടാ ചാണക കീടമേ. അങ്ങനെ അത് പറ്റൂല. ഇത് പോരാളി ചെകുവേര എന്ന ഗ്രൂപ്പാണ്. കുറച്ച് സ്റ്റാൻഡേർഡ്. പോരാളി ചെകുവേര എന്റെ അക്കൗണ്ടാന്ന്. ചെകുവേരയും ഞാനാണ്, ഫിയൽ കാസ്റ്ററും ഞാനാണ്. പിന്നെ ഇവരുടെ പൊട്ടത്തരം മാത്രം വിളിച്ചെറിയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, സുദർശനം ഗ്രൂപ്പ്, അതും ഞാനാണ്. മോനെ എത്ര പോലും ഞാൻ എന്റെ അച്ഛനോട് ചിരിക്കുന്നു. ഈടാ അത് ഇവന്റെ അച്ഛനല്ലല്ലോ, ഓറച്ഛനല്ലേ. നിന്റെ അച്ഛനെന്താ ഭ്രാന്ത? രാത്രി വിളക്കിൽ എണ്ണ വയ്ക്കുന്നത്. ഓയിന്റെ മോനെ ഒന്നും പറയണ്ട. കെടാവിളക്കാണ് ഒരു കെടാവിളക്ക്. ഇതും പറഞ്ഞ ഒരു 1.5 ലിറ്റർ വെളിച്ചെണ്ണ ഒരു ദിവസം തീർക്കുന്നത്. ഇനി എണീറ്റ് വന്ന് പിന്നെ ഒഴിക്കും. ഓ ഉറക്കൽ ഇതൊക്കെ സഹിക്കാം, മണിയടിയെ സഹിക്കാൻ പറ്റത്ത്. ഓ ശരി അമ്പൂരിയെ. ഇതൊക്കെ അല്ലേ ചെകുവേര മതി. ഇതിന് ഫെഡറൽ കാസ്റ്റിന്റെ പേജ് എടുക്കും. ഈ സാധനം മറ്റേ താഴ്വണ എല്ലാം തീരും. ഓരടുത്ത ജില്ലത്തിന് നിങ്ങളിതുവരെ ഉറങ്ങിയിട്ടില്ലേ കുട്ടികളെ? പാതിരാത്രിക്ക് അവന്റെയൊക്കെ പടക്കം പൊട്ടിക്കല്. അതിനോട് എന്തിനാണ് എന്ത് പാവോ സ്വൈര് തരേണ്ടത് തലക്ക്? എനിക്കൊന്ന് മൂപ്പര് അമ്പലത്തിൽ കതിനൊട്ടിന്ന് വിചാരിച്ചു വന്നാ. ഞാൻ ഇത് എടുത്തെടുത്ത് കൊണ്ടുവെക്കട്ടെ. എടാ പോയ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ഏതാന്ന്? യമഹയെന്നാ? ഇനി അതേ സദേട്ടനെ വിളിക്കും. ഇതോരൊന്നും ഞെട്ടിക്കാൻ വേണ്ടി ഇറങ്ങതാ. തീർക്കാനാണെങ്കിൽ പൊരക്കല്ലേ അറിയാ. ഉന്നം തെറ്റിയതും ആവല്ലോ സദേട്ടൻ. ഓരെന്താ സമയം അത്രയ്ക്ക് പണി അറിയാത്തവരാ. എന്തായാലും നമ്മെ പറയാൻ നിൽക്കണ്ട, അവിടെ നിൽക്കട്ടെ. ഇതുമ്മല ഒതുങ്ങുമെന്ന് നോക്കാലോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. പറ്റൂല, അത്യാവശ്യ കാര്യമാണ്. അതുപോലെ അത്യാവശ്യ കാര്യത്തിലാണ് ഞാനുള്ളത്. ഇനി ഞാൻ തിരിച്ചു വിളിക്കാം. ആ സദാ, അപ്പൊ എന്താക്കണ്ടേ? എന്ത് ബോംബ്? ഏത് ബോംബ്? ബോംബ് എന്നല്ലേ പൊട്ടി. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ പറ. പിന്നെയും പോണം. ഇല്ല, കട്ട് ചെയ്ത്. ഇതെന്തിനാ കട്ട് ചെയ്യുന്നത്? ആരോടാ നിന്നെങ്ങനെ വിളിക്കുന്നത്? അത് നമ്മുടെ ഈ
കേറ്ററിംഗിന്റെ ഓർഡറാ? ആ നിന്ന് മായം തിരിയാണ്ടുള്ള കാര്യം പറയടാ. സാട്ട് അത് ഞാനാ പറഞ്ഞ പെണ്ണാ വിളിക്കുന്നത്. എടാ ഈ അത് പറഞ്ഞു. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചങ്കിന് ഉള്ളിരിക്കണം എന്തിയാ. ദാ പിന്നെ കട്ടാക്കറ് ഇല്ല സൈലന്റ് ആക്കുന്ന. എന്തിനാണ് ഓളിപ്പോ ഇങ്ങനെ വിളിക്കുന്നത് തന്നെ? അതിപ്പോ ഓളുടെ വീട്ടിൽ നിന്നെന്തോ ചെറിയ പ്രശ്നം. ചെറിയ പ്രശ്നമൊന്നുമല്ല, വലിയ പ്രശ്നം തന്നെ സാട്ടാ. ഓടെ വീട്ടുകാർ ഏതെങ്കിലും എനിക്ക് ഓളെ മറ്റവനോട് പറഞ്ഞേക്കാനുള്ള പരിപാടിയിലാണ്. ഏത് മറ്റേ പ്രാന്തന്റെ? ആ എടാ നാ ഇതല്ല ഈയിടെ പറഞ്ഞ. എന്റെ ചങ്കിലും ഉള്ളിരിക്കലടാ. അത് നീ ആ ഫോൺ എടുക്ക്, എന്നിട്ട് സംസാരിക്കും. ഇന്നിപ്പോ എന്തോ പ്രശ്നം കുറച്ച് സീരിയസ് ആണ്. ആ സംസാരിക്കും നീ. നീ കട്ടാക്കണ്ട. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ തന്നെ കട്ടാക്കിക്കോളാം. എന്നെ കൊണ്ടോ യൂസഫ് ആളെയും കൂട്ടി വന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ നീ എന്തെങ്കിലും ചെയ്, ഇല്ലെങ്കിൽ നീ നിന്റെ പണി നോക്കിപ്പോ. ഇഷ്ടണ്ടായിട്ടൊന്നും അല്ല ഉസ്താദെ വിടുന്നേ. നിങ്ങളെല്ലാരും പട വന്ന് പറയുമ്പോ അംസമാശേ ഈ ഞാൻ വർത്താനം വേണ്ട. പടച്ചോന്റെ ഭാഗത്ത് ഇതാണ് ശരി. ഇടപാട് തീർക്കണമെങ്കിൽ തന്നെ ചെക്കന്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെ മൊയ്യ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. ആദ്യം ഓൾ ഇവന്റെ കൂടെ കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. അല്ല പിന്നെ കഴിഞ്ഞില്ലേ വിളിക്കുന്ന എല്ലാരും ഉപ്പനെ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാ, എന്നാ അത് കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നേനു. നീ അതൊന്നും കാര്യാക്കണ്ട. ഓരിങ്ങനൊക്കെ തന്നെയല്ലേ. നീ വാ. ലൈഫ് ഇന്ത്യ ആണ്. അതെ, ലൈഫ് എന്റെയാണ്. ആടെ പോയൊരു 4 ദിവസം നിൽക്കുമ്പത്തിനും ഓൾ ഈ നാമൂസൊക്കെ മാറും. പിന്നല്ല വണ്ടി തിരിച്ചിട്ടു. എന്താ സദാ മാഷ്ക്ക് മനസ്സിലായില്ലേ പാർട്ടിന്റെ? എന്താ ഈ വൈക്ക് നീ ഒന്നും മിണ്ടുകയില്ല, പറയുകയില്ല. നല്ലൊരു പ്രശ്നമുള്ള സ്ഥിതിക്ക് നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഇതങ്ങനെ പാർട്ടിക്കാരിടപെട്ട് തീരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങള് കൂട്ടക്കാരും മഹലിൽ സംസാരിച്ച് തീരേണ്ടതേ ഉള്ളൂ. എന്നിട്ട് തീർന്ന ഓ ഒക്കെ സോൾവായി. പെൺകുട്ടി പിയാപ്പിളേന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഇറങ്ങും. അപ്പൊ പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളിപ്പോ നടപ്പാക്കുന്നത് ചെക്കന്റെ ഇഷ്ട. എന്നാൽ ഈ വിഷയത്തില് പെൺകുട്ടിക്കും പാർട്ടിക്കും വേറെ നിലപാടാ ഉള്ളത്. ഏതാ ചെക്കൻ? ഞാനാണ്. അന്റെ ഒപ്പരം വരാൻ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. സദേട്ടാ അതങ്ങളോട് മുമ്പ് പറഞ്ഞിന്, പക്ഷെ ഇപ്പൊ മാറി. കണ്ടല്ലോ ഓള് പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. അത് നീ പറയുന്നല്ലേ. സംഗതി ശരിയാ, ഓള് പോവാൻ റെഡിയായിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. പക്ഷെ ഇവന്റെ ഒപ്പരല്ല, എന്റെ ചെക്കന്റെ ഒപ്പരം. ഷാനോ, ഇവന്റെ ഒപ്പരം. അവര് തമ്മിൽ ഇഷ്ടത്തിലാപ്പ. അപ്പൊ അവരൊരുമിച്ച് ജീവിക്കട്ടെ. ഇതൊക്കെ തീരുമാനിക്കാൻ താനാണോ? ഇന്റെ വല്യാപ്പ എനക്ക് തിരിഞ്ഞിനാ. മുത്തുക്കോയ, ഈ ഹിമാറിനോട് പറഞ്ഞു കൊടുക്ക് ഞാനാരാന്നല്ല, ഇവിടുത്തെ പാർട്ടി എന്താന്ന്. എന്താ ഇത് ഗുണ്ടായിസോ? ഇത് ഗുണ്ടായിസല്ല, കമ്മ്യൂണിസാ. നിങ്ങൾ ചെയ്ത് ചെറ്റത്തരം. അത് നമ്മ വെച്ച് പൊറുപ്പിക്കൂല. അജ്മല, എനിക്കും നിന്റെ ഏട്ടനും ഇവനായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് കച്ചവടം ചെയ്ത് വീട്ടണം. അല്ലാണ്ട് ലോകത്താരും പെണ്ണു കൊടുക്കാത്ത ഈ പിരാന്തന് പെങ്ങളെ കൂട്ടി കൊടുത്തിട്ടാറ് അടി കൊണ്ട് തൂറും ചെക്കാതി. അതിന് നിക്കണ്ട. ഇതെന്തല്ല ഈ കാണുന്നേ? ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാൻ ഉപ്പാനെ ഫോൺ വിളിച്ച് പറഞ്ഞാ പോരെ. അപ്പോ നീ പോവന്ന്? ഇന്നെ കൊണ്ടുപോകാനാണ് ഷാനു വന്നിക്കണ്. നമ്മ തമ്മിൽ അറിയും. കൈരളി ഈവൻസ് കേറ്ററിംഗ്.